ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് നീലകണ്ഠൻ. വെൽക്കം ടു രാജ് ഗ്രാഫിക്സ്. ഇന്ന് നമുക്കൊരു വെബ്സൈറ്റിൻ്റെ റെസ്പോൺസീവ്നെസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് റെസ്പോൺസീവ്നെസ് അല്ലെങ്കിൽ എന്താണ് റെസ്പോൺസീവ് വെബ്സൈറ്റ്? അതായത് മൾട്ടി ഡിവൈസ്, ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ്, ടാബ്ലറ്റ്, അതുപോലെ തന്നെ മൊബൈലിലേക്ക് നമ്മുടെ ഒരു വെബ്സൈറ്റ് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നതിനെയാണ് നമ്മൾ റെസ്പോൺസീവ്നെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സൈറ്റ് റെസ്പോൺസീവ് ആയി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇതുവരെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റും ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ട്യൂട്ടോറിയൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കവിടെ വിസിറ്റ് സൈറ്റ് ജസ്റ്റ് നമ്മുടെ മൗസിൻ്റെ മിഡിൽ ബട്ടൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു ടാബിലോട്ട് നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. ഇതൊരു ഡിജിറ്റൽ ക്രിയേറ്റീവ് ഏജൻസിയുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് എങ്ങനെ ഇത് എഡിറ്റ് ചെയ്യാം? ഓക്കെ, നമുക്കിവിടെ എഡിറ്റ് വിത്ത് എലമെൻ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഈ ഓപ്ഷനിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ മൗസിൻ്റെ മിഡിൽ ബട്ടൺ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു പുതിയൊരു ടാബിലോട്ട് വരും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് നിൽക്കുന്ന എഡിറ്റ് മോഡിലാണ്. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിന് റെസ്പോൺസീവ് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം? ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് എലമെൻ്റൽ സൈഡ് ബാറിൽ തൊട്ട് താഴെ ഇവിടെ റെസ്പോൺസീവ് എന്നൊരു ഓപ്ഷനുണ്ട്. ഈ റെസ്പോൺസീവ് ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അപ്പോൾ നമുക്ക് ടോപ്പിൽ കാണാം ഡെസ്ക്ടോപ്പ് മോഡ്, അതുപോലെ തന്നെ ടാബ്ലറ്റ് മോഡ്, അതുപോലെ തന്നെ മൊബൈൽ മോഡ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് നമുക്ക് ഇവിടെ ടാബ്ലറ്റ് മോഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടാബ്ലറ്റിൻ്റെ ഡിവൈസിൻ്റെ വിഡ്ത്തിലേക്ക് നമ്മുടെ വെബ്സൈറ്റ് അഡാപ്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് നമ്മുടെ മൊബൈൽ ഡിവൈസിൻ്റെ വിഡ്ത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡിങ്സ്, അതുപോലെ തന്നെ നമ്മുടെ പാരഗ്രാഫൊക്കെ അതിൻ്റെ ഫോണ്ട് സൈസ് ഒത്തിരി വലിപ്പം കൂടുതലാണ്. ഓക്കെ, നമ്മുടെ നോർമൽ ഫോണ്ട് സൈസിലേക്ക് നമുക്ക് ഇത്രയധികം വലിപ്പമുള്ള ഹെഡിങ്സും വേണ്ട, അതുപോലെ തന്നെ പാരഗ്രാഫും ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ ഡിവൈസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫോണ്ടിൻ്റെ സൈസ്, അതായത് നമ്മുടെ ഹെഡിങ് ഫോണ്ടിൻ്റെ സൈസും അതുപോലെ തന്നെ നമ്മുടെ പാരഗ്രാഫിൻ്റെ ഫോണ്ട് സൈസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അഡ്വാൻറ്റഡ് ആയിട്ടുള്ള ബ്ലാങ്ക് സ്പേസൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. ഓക്കെ, അത് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ നമ്മുടെ ഈ സെക്ഷൻ നമുക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻസ്പെക്ടർ മോഡ് എഡിറ്റ് മോഡിലോട്ട് പോകും. ഇനി നമുക്കിവിടെ സ്റ്റൈലിലോട്ട് വരാം. ഓക്കെ, ഇനി സ്റ്റൈലിലോട്ട് വന്നിട്ട് നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് സെക്ഷൻ ക്ലിക്ക് ചെയ്യാം. നമുക്ക് അഡ്വാൻസിൽ പോവാം. അപ്പോൾ അഡ്വാൻസിൽ പോകുമ്പോൾ ഇവിടെ പാഡിങ് കണ്ട പാഡിങ് നമുക്ക് ഇവിടെ ജസ്റ്റ് നമുക്ക് ഈ മൊബൈലിൻ്റെ ആ ഒരു വിഡ്ത്തിലാണ് ഇവിടെ ജസ്റ്റ് കിടക്കുന്നത്. നമുക്ക് ടോപ്പ് പാഡിങ് നമുക്കൊന്ന് കുറയ്ക്കാം. നമുക്ക് ടോപ്പ് പാഡിങ് നമുക്കിവിടെ ഒരു 0 കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ 0 കൊടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മാർജിൻ, ഇതിൻ്റെ മാർജിൻ നമുക്കൊന്ന് കുറയ്ക്കാം. ടോപ്പ് മാർജിൻ നമുക്കൊരു 30 പിക്സൽ മതി. കണ്ട, അപ്പോൾ നമുക്ക് ടോപ്പ് മാർജിൻ 30 പിക്സലായി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് എഡിറ്റ് കോളം ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ എഡിറ്റ് കോളം ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് കോളം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അഡ്വാൻസിൽ പോവുക. അഡ്വാൻസിൽ കണ്ട ഇതിൻ്റെ ടോപ്പ് പാഡിങ് 100 പിക്സലാണ്. നമുക്കിതിൻ്റെ ടോപ്പ് പാഡിങ് നമുക്കൊരു 0 ആക്കി കൊടുത്താൽ മതി. ജസ്റ്റ് 0 മതി. ഓക്കെ, ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ ഒരു 30 പിക്സൽ ഗ്യാപ്പും ഇവിടെ കറക്റ്റായിട്ട് അതൊരു ക്ലിയർ ആയിട്ട് വന്നു. ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ കണ്ട ഇവിടെ ഈ HTML ടാഗ് നമുക്കിവിടെ ഈ അലൈൻമെൻറ്റ് ഇവിടെ നമുക്കത് സെൻറ്റർ അലൈൻമെൻറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ മൊബൈലിൽ കാണുമ്പോൾ നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ ഹെഡിങ് ജസ്റ്റ് സെൻറ്ററിലായിരിക്കും. അതുപോലെ ജസ്റ്റ് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ഡിവൈഡറും അതുപോലെ തന്നെ നമുക്ക് സെൻറ്ററിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊബൈൽ വിഡ്ത്തിൽ ഇത് സെൻറ്ററായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പ് വിഡ്ത്തിൽ ഇത് ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഓക്കെ, ഇതാണ് നമുക്കിവിടെ ഇതാണ് നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ സൈസിലേക്കും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഡിവൈസിൻ്റെ സൈസിലേക്കും നമ്മൾ വെബ്സൈറ്റ് റെസ്പോൺസീവ് ആക്കുന്നത്. ഓക്കെ, സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഹെഡിങ്, നമ്മൾ ജസ്റ്റ് ഹെഡിങ് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് നേരെ സ്റ്റൈലിലോട്ട് പോവാം. സ്റ്റൈലിലോട്ട് പോയിട്ട് ടൈപ്പോഗ്രഫി ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. കാരണം നമ്മളിവിടെ 38 പിക്സലാണ് ഇതിൻ്റെ ഹെഡിങ് സൈസ് കൊടുത്തത്. നോർമൽ കേസിൽ നമുക്ക് 38 പിക്സൽ വേണ്ട, നമുക്കൊരു 24 ആക്കാം. സോ ഇവിടെ കണ്ട, ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മൊബൈൽ ഡിവൈസിൻ്റെ വിഡ്ത്തിലാണ്. ഓക്കെ, അപ്പോൾ ഞാനിതിവിടെ 24 മതി നമുക്ക് മൊബൈൽ ഡിവൈസിലേക്ക്. ഓക്കെ, സോ ഇനി അഗെയിൻ ഞാനിവിടെ ഈ പാരഗ്രാഫ് ഞാൻ സെലക്ട് ചെയ്തു. പാരഗ്രാഫും അതുപോലെ തന്നെ സ്റ്റൈലിലോട്ട് പോയിട്ട് ടൈപ്പോഗ്രഫി സെലക്ട് ചെയ്ത് കൊടുക്കാം. പാരഗ്രാഫ് എനിക്കിവിടെ ഒരു 14 പിക്സൽ മതി. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് പാരഗ്രാഫും സെലക്ട് ചെയ്യാം. സ്റ്റൈലിലോട്ട് പോവുക. ഇവിടെ ടൈപ്പോഗ്രഫി സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്കൊരു 14 പിക്സൽ നമുക്ക് മൊബൈൽ ഡിവൈസിലേക്ക് മതി. ഓക്കെ, സോ ഇനി അഗെയിൻ നെക്സ്റ്റ് പാരഗ്രാഫും സെലക്ട് ചെയ്യാം. സ്റ്റൈലിലോട്ട് പോവുക. ഇവിടെ ടൈപ്പോഗ്രഫി സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്കൊരു 14 പിക്സൽ നമുക്ക് മൊബൈൽ ഡിവൈസിലേക്ക് മതി. ഓക്കെ,
സോ നെക്സ്റ്റ് നമുക്ക് എന്താണുള്ളത്, നെക്സ്റ്റ് ഇവിടെ കണ്ട് ഇവിടെ നെക്സ്റ്റ് സെക്ഷനിലും ഇവിടെ ഒത്തിരി ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് സെഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം, അഡ്വാൻസിൽ പോവാം. ഓക്കെ, ഇവിടെ നമുക്ക് പാഡിങ് നമുക്ക് കുറയ്ക്കാം, നമുക്കൊരു 0 പാഡിങ് മതി. ഇനി നമുക്കൊരു നെക്സ്റ്റ് സെക്ഷൻ സെലക്ട് ചെയ്യാം. വീണ്ടും എനിക്ക് ഇതിൻ്റെ പാഡിങ് ടോപ്പ് എനിക്ക് 0 പിക്സൽ മതി. ജസ്റ്റ് എനിക്ക് 0 പിക്സൽ വേണ്ട, എനിക്ക് ജസ്റ്റ് ഞാൻ ഒരു 30 പിക്സൽ ഒരു ഗ്യാപ്പ് കൊടുത്തു, 30 പിക്സൽ മതി. ഓക്കെ, അഗെയിൻ ഞാൻ വാട്ട് വി ഡു, ഞാൻ സെൻട്രൽ അലൈനാക്കി. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹെഡിങ്ങും നമ്മുടെ ഡിവൈഡറും ഞാൻ സെൻട്രൽ അലൈനാക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് ഹെഡിങ്ങിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കണം നമ്മുടെ മൊബൈൽ വിഡ്ത്തിൽ. അപ്പോൾ ഞാൻ ഹെഡിങ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് സ്റ്റൈലിലോട്ട് പോവാം. ടൈപ്പോഗ്രഫി സെലക്ട് ചെയ്യുക. നമുക്കിവിടെ എത്രയാണ് 24 സൈസ് മതി നമുക്ക് പിക്സൽ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ അഡ്വാൻസിൽ പോയിട്ട് ഇതിൻ്റെ പാഡിങ് ഉണ്ട്, ഇതിൻ്റെ റൈറ്റ് പാഡിങ്ങും ലെഫ്റ്റ് പാഡിങ്ങും നമുക്ക് എന്ത് വേണം, നമുക്കിവിടെ 0 പാഡിങ് മതി. കറക്റ്റായില്ല. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ മൊബൈൽ വിഡ്ത്തിലേക്ക് ആ ഒരു ഹെഡിങ് ഫിക്സ് ആയി. ഓക്കെ, നെക്സ്റ്റ് കണ്ട് ഇവിടെ ഒത്തിരി പാഡിങ് ഉണ്ട് ഈ ടെക്സ്റ്റിന്. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് സ്റ്റൈലിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്തിനോട് അഡ്വാൻസിൽ പോയിട്ട് കണ്ട് ഇവിടെ പാഡിങ് ഓൾറെഡി ഇപ്പോൾ കണ്ട് ഇവിടെ 80 പ്ലസ് ലെഫ്റ്റ് 100 ആണ് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കിടന്നത്. നമുക്ക് എത്ര വേണം, നമുക്കത് 0 മതി. അപ്പോൾ ജസ്റ്റ് 0 ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഫിറ്റായി. ഓക്കെ, സോ നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് എന്ത് വേണം, നെക്സ്റ്റ് ഈ സെക്ഷനും കണ്ട് ഈ രണ്ട് സെക്ഷനും തമ്മിൽ കൂട്ടിമുട്ടി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് മൊബൈലിൽ നോക്കുമ്പോൾ ഒത്തിരി ഒരു അഗ്ലി ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം, ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അഡ്വാൻസിൽ പോവുക. ഇതിൻ്റെ ബോട്ടം ഒരു 50 പിക്സൽ ബോട്ടം മാർജിൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സെക്ഷൻ തമ്മിൽ ഒരു സ്പേസ് ആയി. അപ്പോൾ തന്നെ വീണ്ടും ഈ സെക്ഷൻ സെലക്ട് ചെയ്യുക. നമുക്കിവിടെ അഡ്വാൻസിൽ പോവുക. നമുക്കിവിടെ ഒരു മാർജിൻ ബോട്ടം ഒരു 15 പിക്സൽ കൊടുക്കുക. അപ്പോൾ വീണ്ടും ഇവിടെ ഒരു 15 പിക്സൽ ഗ്യാപ്പായി കിട്ടി. ഓക്കെ, ക്ലിയർ ആയില്ലേ? വീണ്ടും നമുക്ക് ഈ സെക്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ അഡ്വാൻസിൽ പോവാം. ഇവിടെ നമുക്ക് ബോട്ടം എത്രയോ 15 പിക്സൽ നമുക്ക് മാർജിൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ സെലക്ട് ചെയ്യുക, അഡ്വാൻസിൽ പോവാം. നമുക്ക് ബോട്ടം ഒരു 15 പിക്സൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ ഒരു പോർഷൻ ക്ലിയർ ആയി. വീണ്ടും നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. അഗെയിൻ നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ മോഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഡെസ്ക്ടോപ്പ് മോഡിൽ സെയിം തന്നെ, ഇവിടെ വ്യത്യാസമില്ല. നമ്മൾ ചേഞ്ച് ചെയ്ത് എവിടെയാണ്, നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഡിവൈസിൻ്റെ വിഡ്ത്തിലാണ്. അപ്പോൾ നമ്മൾ അഗെയിൻ വീണ്ടും നമ്മുടെ മൊബൈൽ വിഡ്ത്ത് സെലക്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മുടെ മൊബൈലിൻ്റെ വിഡ്ത്തിലേക്ക് നമ്മുടെ ഹെഡിങ്സും അതുപോലെ തന്നെ നമ്മുടെ പാരഗ്രാഫ്സും അതുപോലെ തന്നെ നമ്മുടെ കണ്ടൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഇഷ്യൂ കണ്ട്, ഇവിടെ കണ്ടൻറ്റ് കണ്ട് ഈ രണ്ട് സൈഡിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റും. അപ്പോൾ നമുക്ക് വീണ്ടും ടെക്സ്റ്റിൻ്റെ ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അഡ്വാൻസിൽ പോയിട്ട് ഇതിൻ്റെ പാഡിങ് കൊടുക്കാം. നമുക്ക് പാഡിങ് റൈറ്റ് എത്രയോ ഒരു 15 പാഡിങ് കൊടുക്കണം. ഓക്കെ, നമുക്കിവിടെ റൈറ്റ് മാത്രം നമുക്കൊരു 15 പാഡിങ് കൊടുക്കാം, ടോപ്പ് ആൻഡ് ബോട്ടം വേണ്ട. ഓക്കെ, സോ ഞാൻ കണ്ട് ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്മൊരു 15 പിക്സൽ പാഡിങ് കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റും കൂടെ സെലക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് കണ്ട്, ടെക്സ്റ്റ് നമ്മൾ രണ്ട് എഡ്ജിലും നമുക്ക് മുട്ടിയിരിക്കുന്നുണ്ട്. ഇതിന് നമുക്കൊരു 15 പിക്സൽ പാഡിങ് കൊടുക്കണം. എന്നാലാണ് നമ്മൾ മൊബൈലിൽ കാണുമ്പോൾ കുറച്ച് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ അഡ്വാൻസിൽ പോവുക. അഡ്വാൻസിൽ പോയിട്ട് ഇതിൻ്റെ പാഡിങ് ഇത് അൺചെക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ലെഫ്റ്റ് പാഡിങ് ഒരു 15 പിക്സലും അതുപോലെ തന്നെ ലെഫ്റ്റ് പാഡിങ് ഒരു 15 പിക്സലും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയി. സോ നെക്സ്റ്റും അതുപോലെ തന്നെ സെലക്ട് ചെയ്യാം. അഡ്വാൻസിൽ പോവുക. നമുക്കിവിടെ ഇത് അൺലിങ്ക് ചെയ്യാം. ഇവിടെ റൈറ്റ് നമുക്കൊരു 15 പിക്സൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ലെഫ്റ്റും നമുക്കൊരു 15 പിക്സൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയി. ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ വെബ്സൈറ്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഈ സെക്ഷൻ്റെ നമുക്ക് റെസ്പോൺസീവ്നെസ് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അഡ്വാൻസിൽ പോവുക. ഓക്കെ, നമുക്കിവിടെ മാർജിൻ ടോപ്പ് നമുക്കൊരു 0 പിക്സൽ മതി. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ഹെഡിങ് സെലക്ട് ചെയ്യുക. ഹെഡിങ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റൈലിൽ പോയിട്ട് നമ്മൾ എത്രയാണ് കൊടുത്തത്, ടൈപ്പോഗ്രഫി 24 പിക്സലാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് 24 പിക്സൽ നമുക്ക് ഇതിൻ്റെ ടൈപ്പോഗ്രഫി മതി. അതുപോലെ തന്നെ പാഡിങ് നമുക്കിവിടെ കുറയ്ക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അഗെയിൻ നമുക്ക് അഡ്വാൻസിൽ പോവാം. എന്നിട്ട് കണ്ട ഇവിടെ റൈറ്റ് പാഡിങ് അതുപോലെ ലെഫ്റ്റ് പാഡിങ് 100 പിക്സലാണ്. അത് നമുക്കിവിടെ എത്ര വേണം, ഇത് അൺലിങ്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 0 പിക്സൽ മതി. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി. ഓക്കെ, സോ ഇത് നമ്മുടെ
ഗാലറി സെക്ഷനാണ്. ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ടീമിൻ്റെ സെക്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് അഡ്വാൻസിൽ പോവാം. നമ്മുടെ പാഡിങ് കണ്ടില്ല, ഇവിടെ മാർജിൻ ടോപ്പ് നമുക്ക് 0 കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പാഡിങ് കണ്ടില്ല, ടോപ്പ് പാഡിങ് അതുപോലെ ബോട്ടം പാഡിങ് കറക്റ്റാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ നമ്മുടെ ഹെഡിങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഹെഡിങ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് അഡ്വാൻസിൽ പോലെ സ്റ്റൈലിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ ടൈപ്പോഗ്രാഫി നമുക്ക് കുറയ്ക്കണം. ഒരു 24 പിക്സൽ ടൈപ്പോഗ്രാഫി ആക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പാഡിങ് നമ്മുടെ ഡെസ്ക്ടോപ്പിലെ പാഡിങ് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ മൊബൈൽ വിഡ്ത്തിൻ്റെ പാഡിങ്ങിലോട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അഡ്വാൻസിൽ പോവാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ പാഡിങ് എത്രയാക്കണം, ഒരു 15 പിക്സൽ വേണ്ട. ഓക്കെ, ഓൾറെഡി ഇവിടെ ഗ്യാപ്പ് ഉണ്ടാകുകൊണ്ട് ഇത് ക്ലിയർ ആണ്. ഓക്കെ, ഈ ഏരിയ നമ്മുടെ ടീമിൻ്റെ ഏരിയയും ക്ലിയർ ആണ്. ഓക്കെ, വേണമെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ഒരു മൊബൈലിലേക്ക് കുറച്ച് ഒരു മാർജിൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് അഡ്വാൻസിൽ പോവാം. ജസ്റ്റ് നമുക്ക് ടോപ്പ് മാർജിൻ ഒരു 15 പിക്സൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് നമുക്കിത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. വീണ്ടും നമുക്ക് അഡ്വാൻസിൽ പോവാം. നമുക്കിവിടെ ടോപ്പ് മാർജിൻ ഒരു 15 പിക്സൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ ഫോട്ടോസും തമ്മിൽ ഈ ഒരു 15 പിക്സലിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവും. ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് മീറ്റ് വിത്ത് അസിൻ്റെ സെക്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഒത്തിരി സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ സ്പേസ് കുറയ്ക്കണം. നമുക്ക് വീണ്ടും നമ്മുടെ വിഡ്ത്ത് കണ്ട് ഇവിടെ മൊബൈൽ വിഡ്ത്തിലാണ് നമുക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അഡ്വാൻസിൽ പോവാം. കണ്ട് ഇവിടെ മാർജിൻ നമുക്കിവിടെ എന്ത് വേണം, അൺലിങ്ക് ചെയ്യാം. മാർജിൻ നമുക്ക് 0 പിക്സൽ മതി. ഓക്കെ, ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ് എന്ത് വേണം, നമ്മുടെ മീറ്റ് വിത്ത് അസിനെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ നമ്മുടെ കണ്ടൻറ്റിൽ പോയിട്ട് ഇതിൻ്റെ സെൻറ്റർ അലൈൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, സോ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്കിവിടെ ഐക്കണുണ്ട്. ഈ ഐക്കണൊക്കെ നമുക്ക് അഗ്ലിയാണ്. നമ്മുടെ മൊബൈൽ വിഡ്ത്തിൽ വരുമ്പോൾ ഈ ഐക്കണൊക്കെ നമുക്ക് സെൻട്രലൈസ് ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് ഈ ഐക്കൺ സെലക്ട് ചെയ്യാം. ഇവിടെ സെൻട്രലൈസ് ചെയ്ത് വയ്ക്കാം. അതുപോലെ നെക്സ്റ്റ് നമ്മുടെ കണ്ടൻറ്റ് സെലക്ട് ചെയ്യുക. മൊബൈൽ വിഡ്ത്തിലേക്ക് ഇവിടെ സ്റ്റൈലിൽ പോവുക. നമുക്കിവിടെ സെൻട്രൽ അലൈൻ ചെയ്ത് വയ്ക്കാം. സോ അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ഐക്കൺ സെലക്ട് ചെയ്യാം. ഇവിടെ അലൈൻ ചെയ്ത് വയ്ക്കുക മൊബൈൽ വിഡ്ത്തിലേക്ക്. കണ്ടൻറ്റ് സെയിം ആസ് നമുക്കിവിടെ സ്റ്റൈലിൽ പോവുക, സെൻട്രൽ അലൈൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, അഗൈൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്കിവിടെ സെൻട്രൽ അലൈൻ ചെയ്യുക. നമ്മുടെ കണ്ടൻറ്റും നമുക്കിവിടെ സെൻട്രൽ അലൈൻ ചെയ്ത് വയ്ക്കുക നമ്മുടെ സ്റ്റൈലിൽ പോയിട്ട്. ഓക്കെ, സോ അഗൈൻ നമ്മുടെ ഗെറ്റ് ഇൻ ടച്ച് വീണ്ടും നമുക്ക് ഗെറ്റിംഗ് ടച്ചിൻ്റെ ഇവിടെ നമ്മൾ മീറ്റ് വിത്ത് അസിൻ്റെ ഫോണ്ട് നമ്മൾ ചേഞ്ച് ചെയ്തില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ സ്റ്റൈലിൽ പോവാം. നമുക്കിവിടെ ടൈപ്പോഗ്രാഫിയിൽ നമുക്കത് 24 പിക്സൽ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയില്ലേ? അഗെയിൻ നമ്മുടെ കോൺടാക്റ്റ് ഗെറ്റിംഗ് ടച്ചിൻ്റെ ഹെഡിങ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിതിവിടെ സെൻട്രൽ അലൈൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, അഗെയിൻ സ്റ്റൈലിലോട്ട് പോവാം. ഇവിടെ നമുക്ക് ടൈപ്പോഗ്രാഫി നമുക്കിവിടെ 24 പിക്സൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്ലിയർ? ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയില്ല? ഇപ്പം നമ്മുടെ വെബ്സൈറ്റ് എല്ലാം ഒരു മൊബൈൽ വിഡ്ത്തിലേക്ക് നമ്മുടെ വെബ്സൈറ്റ് ഷ്രിങ്ക് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അഡാപ്റ്റീവ് അല്ലെങ്കിൽ റെസ്പോൺസീവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു ഇഷ്യൂ എന്തെന്ന് വെച്ചാൽ നമ്മളോട് ബാനറുണ്ട്. ബാനർ വളരെ സൈസ് കൂടുതലാണ്. ഓക്കെ, സോ എനിക്ക് എൻ്റെ വെബ്സൈറ്റ് മൊബൈൽ ഡിവൈസിൽ കാണേണ്ട. ഓക്കെ, അപ്പോൾ എനിക്ക് ഡെസ്ക്ടോപ്പിൽ മാത്രം എൻ്റെ ഈ ബാനർ കണ്ടാൽ മതി, മൊബൈൽ ഡിവൈസിലേക്ക് എൻ്റെ ബാനർ കാണേണ്ട. അപ്പോൾ നമുക്കത് എങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്യാൻ നോക്കാം. നമുക്കിവിടെ ജസ്റ്റ് ഈ സെക്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് അഡ്വാൻസിൻ്റെ ടാബിലിട്ട് പോവാം. എന്നിട്ട് ഇവിടെ റെസ്പോൺസീവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. റെസ്പോൺസീവ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കണ്ടവിടെ ഹൈഡ് ഓൺ ഡെസ്ക്ടോപ്പ്, ഹൈഡ് ഓൺ ടാബ്ലറ്റ് ആൻഡ് ഹൈഡ് ഓൺ മൊബൈൽ. എനിക്ക് ഈ ഒരു ബാനർ എനിക്ക് മൊബൈലിൽ കാണണ്ട. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഹൈഡ് ചെയ്ത് കൊടുത്തു. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ ഒരു ബാനർ നമ്മുടെ മൊബൈൽ ഡിവൈസിൽ നമുക്ക് കാണില്ല. ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ജസ്റ്റ് നമുക്കൊന്ന് നമ്മുടെ ബ്രൗസറിലൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ക്രോം ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് F12 അടിച്ചാൽ മതി. നമ്മുടെ കീബോർഡിൽ ജസ്റ്റ് F12 അടിക്കുക. കണ്ടില്ല? അപ്പോൾ നമുക്ക് മൊബൈൽ ഡിവൈസ് വിട്ട് വരും. കണ്ടോ? ഇവിടെ കണ്ടില്ല? ഇവിടെ നമ്മുടെ ബാനർ നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ ബാനർ നമ്മുടെ മൊബൈൽ വിഡ്ത്തിലേക്ക് വിസിബിൾ ആക്കിയിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ബാനർ നമുക്ക് കാണുന്നില്ല. ഇനി ജസ്റ്റ് നമുക്ക് സ്ക്രോൾ ചെയ്യാം. കണ്ട കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മുടെ മൊബൈൽ വിഡ്ത്തിലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ മൊബൈലിലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്, റെസ്പോൺസീവ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടാബ്ലറ്റിലോട്ട് ജസ്റ്റ് പോയി നോക്കാം. ജസ്റ്റ് ടാബ്ലറ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ടാബ്ലറ്റിൻ്റെ ഡിവൈസിൻ്റെ വിഡ്ത്തിലേക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. സോ ഞാനിവിടെ ടാബ്ലറ്റിൻ്റെ ഈ വിഡ്ത്തിൻ്റെ ഇവിടെ സെലക്ട് ചെയ്തു.
ഓക്കെ, സോ എനിക്ക് എൻ്റെ ടാബ്ലറ്റ് വിഡ്ത്തിലും എനിക്ക് ഈ ഒരു ബാനറിൻ്റെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, അഡ്വാൻസിൽ പോയി ഞാനിവിടെ ഹൈഡ് ഓൺ ടാബ്ലറ്റ് ഓൺ ചെയ്ത് വെച്ചു. ഓക്കെ, സോ അഗൈൻ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ എന്ത് വേണം? ഇവിടെ ജസ്റ്റ് നെക്സ്റ്റ് സെക്ഷൻ ക്ലിയർ ആണ്. ഞാൻ വീണ്ടും നമ്മുടെ ഹെഡിങ് ഒന്ന് ചെറുതാക്കാൻ കണ്ടു. ഇവിടെ നമുക്ക് കൊണ്ടത് തൊട്ട് ലെഫ്റ്റ് അലൈൻ തീരെ സ്പേസ് ഇല്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, എനിക്ക് ഇവിടെ ഞാനിത് സെൻറ്ററിൽ അലൈൻ ചെയ്ത് വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ വീണ്ടും ഞാൻ ഡിവൈഡർ ടാബ്ലറ്റ് വിഡ്ത്തിൽ സെൻറ്ററിൽ അലൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, അഗൈൻ ഞാൻ എൻ്റെ ഇവിടെ ഈ എഡിറ്റ് ഹെഡിങ് വീണ്ടും സെലക്ട് ചെയ്തു, സ്റ്റൈലിൽ പോയി വീണ്ടും ഞാനത് ടൈപ്പോഗ്രഫിയിൽ ഞാൻ അതിൻ്റെ സൈസ് 24 ആക്കി, പിക്സൽ 24 ആക്കി. ഓക്കെ, വീണ്ടും ഞാൻ കണ്ടൻറ്റിൽ വന്നു, ഞാനത് സെൻട്രൽ അലൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, അഗൈൻ വീണ്ടും ഞാനിവിടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു, വീണ്ടും ഞാൻ സ്റ്റൈലിൽ പോവാം, ടൈപ്പോഗ്രഫി ഞാനിതൊരു 14 പിക്സൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, സ്റ്റൈൽ ടൈപ്പോഗ്രഫി 14 പിക്സൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. അഗൈൻ വീണ്ടും നമ്മുടെ ഹെഡിങ് ഇവിടെ ചെറുതാക്കാം, സ്റ്റൈലിൽ പോവാം, 24 പിക്സൽ ടൈപ്പോഗ്രഫി കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണ്. വീണ്ടും നമ്മുടെ മീറ്റ് വിത്തസിൻ്റെ അതുപോലെ തന്നെ ഗെറ്റ് ഇൻ ടച്ചിൻ്റെയും ഇതും നമുക്കൊരു 24 പിക്സൽ നമുക്ക് ഇതിൻ്റെ ടൈപ്പോഗ്രഫി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അഗൈൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് നമ്മുടെ മൊബൈലിൽ ഒന്ന് നമ്മുടെ ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡാഷ്ബോർഡിൽ പോവുക, ഇവിടെ ജസ്റ്റ് നമ്മുടെ വിസിറ്റ് സൈറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഞാനിവിടെ ക്രോം ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നമ്മുടെ കീബോർഡിൽ F12 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിവൈസ് വിഡ്ത്തിലോട്ട് കിട്ടും. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ടാബ്ലറ്റിൻ്റെ ഡിവൈസ് വിഡ്ത്ത്. ഓക്കെ, നമ്മുടെ ടാബ്ലറ്റ് നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ടാബ്ലറ്റിലിട്ട് നമ്മുടെ സൈറ്റ് കറക്റ്റായിട്ട് റെസ്പോൺസീവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ജസ്റ്റ് ഇവിടെ നമ്മുടെ സാംസങ് ഗാലക്സിയുടെ നമ്മുടെ മൊബൈൽ വിഡ്ത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ വിഡ്ത്തിലോട്ട് നമ്മുടെ സൈറ്റ് കറക്റ്റായിട്ട് അഡാപ്റ്റീവ് ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് സ്പേസിങ്ങും കറക്റ്റായിട്ട് മാർജിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കറക്റ്റായിട്ട് നമ്മുടെ സൈറ്റ് മൊബൈൽ വിഡ്ത്തിലോട്ട് റെസ്പോൺസീവ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നമ്മുടെ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, നമുക്ക് ലാപ്ടോപ്പിൻ്റെ വിഡ്ത്ത് കറക്റ്റ് ചെയ്യാം. സോ നമ്മുടെ ലാപ്ടോപ്പ് വിഡ്ത്തിൽ മാത്രം നമ്മൾ നമ്മുടെ ബാനർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ മൊബൈൽ വിഡ്ത്തിലും അതുപോലെ തന്നെ നമ്മുടെ ടാബ്ലറ്റ് വിഡ്ത്തിലും നമ്മൾ നമ്മുടെ ബാനർ ഹൈഡ് ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഒരു വെബ്സൈറ്റ് എങ്ങനെ മൾട്ടിപ്പിൾ ഡിവൈസ് വിഡ്ത്തിലേക്ക് റെസ്പോൺസീവ് ആക്കുന്ന വിധം. ഓക്കെ, സോ ഇന്നത്തെ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റും ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ, ബൈ.